നിങ്ങളുടെ നാളും പേരും ഞങ്ങളെ കമന്റ് ബോക്സിലേക്ക് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും, പ്രത്യേകം വേണ്ടി പൂജകളിൽ ചേർക്കുന്നതായിരിക്കും. ഗോഡ്സോൺ ടിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ പ്രോഗ്രാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഫെബ്രുവരി മാസം 9-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള വാരഫലം നമ്മൾ വിചിന്തനം ചെയ്യുകയാണ്. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തിന്റെ ഫലത്തെപ്പറ്റി പറയാം. ഗുരുസ്ഥാനീയരെ അനുഗ്രഹിക്കാൻ ഇടവരും. സാഹചര്യങ്ങൾ വിപരീതമാകയാൽ വ്യാപാര വ്യവസായ മേഖലയിൽ നിന്ന് പിന്മാറേണ്ടി വരും. സാമ്പത്തിക പരാധീനതകൾ നല്ലപോലെ ഉണ്ടാകാനുണ്ട്. ജോലി സംബന്ധമായ തടസ്സങ്ങൾക്ക് ഇടവരും. ജോലി പോകാതെ സൂക്ഷിക്കാൻ ദേവാലയം യഥാശക്തി വഴിപാട് ചെയ്യാൻ മറക്കരുത്. അടുത്തത് ഭരണി നക്ഷത്രം. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ ജീവിതത്തിന്റെ പരിതരിച്ച വശങ്ങളിൽ കൂടി യാത്ര ചെയ്യേണ്ടി വരും. വിദേശത്തുള്ള ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ ഗ്രഹ സന്ദർശനം മാറ്റിവെക്കാൻ ഇടയാകും. കാർത്തിക നക്ഷത്രം. സഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടാകാൻ ഇടയുണ്ട്. സ്വയംഭരണ അധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഇടയാകും. സഹപ്രവർത്തകരുടെ സഹായത്താൽ എല്ലാ കാര്യങ്ങൾക്കും തീക്കുവെക്കുവാൻ ഇടയുണ്ടാവും. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ അല്ലെങ്കിൽ പൂർത്തിയാകാടുന്ന വീട് പണി പൂർത്തിയാകാൻ ഇടയാകും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ നല്ലതാണ്. അവർ പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലിക്ക് പോകാൻ, വിദേശ ജോലി യാത്ര ഉണ്ടാകാൻ ഇടയുണ്ട്. രോഹിണി നക്ഷത്രം. മേലധികാരികളുടെ ഉന്നത അധികാരികൾ പ്രശംസയ്ക്ക് പാത്രീഭൂതനാകും. ചെലവ് വരവും തുല്യമായിരിക്കും. സ്ഥിരകാലമായി വർഷങ്ങളായിട്ട് ആലോചിച്ചിരുന്ന ദേവാലയ യാത്ര പൂർത്തിയാക്കാൻ ഇടവരും. അതിലൂടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും കുടുംബത്തിലെ ശത്രുതകളും വിഷയങ്ങളും തുറച്ചേർച്ചകളും മാറി കിട്ടുന്നതായിരിക്കും. മകയിലും ആലോചന കുറവിനാലും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാത്തതിനാലും സാമ്പത്തികമായ നഷ്ടത്തിന് ഇടയാകാൻ ഇടവരും. വാങ്ങിച്ചിട്ടുള്ള ഭൂമിക്ക് ന്യായമായ രേഖാമൂലം ഇല്ലാത്തതിനാൽ വസ്തുസംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. തന്മൂലം വാങ്ങിയ വസ്തു തിരിച്ച് കൊടുത്ത പണം തിരികെ മേടിക്കാൻ ഇടയാകേണ്ടി വരും. തിരുവാതിര നക്ഷത്രം. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ ജോലി രാജിവെക്കാൻ ഇടവരും. ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. പണം ചെലവാക്കുന്നതിൽ ശ്രദ്ധിക്കാൻ ഇടയുണ്ട്. സംസാരങ്ങൾ വളരെ കുറയ്ക്കാൻ നല്ലതായിരിക്കും. പുണർതം.
പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കാൻ ഇടവരും. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നിയന്ത്രിക്കണം. പൗത്രാദികളുടെ സംരക്ഷണം മനസ്സിന് സുഖം പകരാൻ സഹായിക്കും. പഴയ വാഹനം മാറി പുതിയ വാഹനം മേടിക്കാൻ ഇടവരും. ഓർക്കാപ്പുറത്ത് ധനം പ്രതീക്ഷിക്കാം. പൂയം സഹപ്രവർത്തകരുടെ സഹായത്താൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. കുടുംബത്തിൽ ചിലരുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിന് സന്തോഷക്കുറവിനെ ഉണ്ടാക്കിത്തരും. കുടുംബ സന്തോഷം ദൂരീകരിക്കും. നിർമ്മാണ പ്രക്രിയകൾ മുടങ്ങിക്കിടന്നത് പൂർത്തീകരിക്കും. അടുത്ത ആയില്യമാണ്. പുത്രന്റെ ഉയർച്ചയിൽ ആത്മാഭിമാനം തോന്നും. അപമാനം ഒഴിവാക്കാൻ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കേണ്ടി വരും. മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ മറ്റുള്ളവർക്ക് സന്മനസ് കാണിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ സംതൃപ്തരായിടും. നഷ്ടപ്പെട്ട് പോയെന്ന് കരുതിയ സ്വർണം തിരികെ കിട്ടും. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മത ഉപയോഗിക്കാൻ മറക്കരുത്. മകം പ്രതിസന്ധികളിൽ വളരാതെ പ്രവർത്തിക്കാനുള്ള ആത്മസംയോജനം ലഭിക്കും. വിശ്വാസ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. പണം കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മത അത്യാവശ്യം ആണ്. പൂരം ബന്ധുവിന് സാമ്പത്തിക സഹായം ചെയ്യാൻ ഇടവരും. ചിരകാല അഭിലാഷ പ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും. വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും. ദേവാലയത്തിൽ അന്നദാന വഴിപാട് നടത്തും. തന്മൂലം കുടുംബ ഭദ്രത വർദ്ധിക്കും. പുത്രം മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ വന്നുചേരും. കൃത്യനിർവഹണ ശക്തി വർദ്ധിക്കുന്നതിനാൽ പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. അയൽപക്കത്തെ ശത്രുതകൾ ഒഴിവാകും. അത്തം സഹോദര സഹായ ഗുണങ്ങളുണ്ടാവും. വിദ്യാർത്ഥികൾ ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കും. പഠിച്ച വിദ്യയ്ക്കനുസരിച്ചുള്ള ജോലി വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. കമിതാക്കൾക്ക് അവരുടെ ആഗ്രഹം ഈ ആഴ്ച പൂർത്തിയാകും. വിവാഹം താമസിച്ചവരുടെ വിവാഹം സെറ്റപ്പാകും. അഗ്നി, ആയുധം, ധനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ചിത്തിര മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. വിദേശ ഉദ്യോഗത്തിന്
നിയമം ലഭിക്കും. ഉള്ള ജോലിയിൽ അവിടെ പ്രമോഷൻ ലഭിക്കും. ജന്മനാട്ടിൽ നിന്നും പിതൃക്കളെ വിദേശത്തേക്ക് കൊണ്ടുവരാനുള്ള ആ യാത്രയ്ക്ക് തടസ്സം നേരിടും. വിശാഖം, ഗുരുനാഥന്റെ നിർബന്ധത്താൽ വിദേശ വിദ്യാഭ്യാസത്തിന് ചേരാൻ ഇടവരും. തന്മൂലം വിദേശ ഉദ്യോഗത്തിന് അനുമതി ലഭിക്കും. ആശയവിനിമയങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ നോക്കണം. സർപ്പസംബന്ധമായ വിഷയങ്ങൾ കുടുംബത്തിൽ സംഭവിക്കാൻ ഇടയാകും. അനിഴം, വിജയ സാധ്യതകളെ വിലയിരുത്തി പ്രവൃത്തി മണ്ഡലങ്ങളിൽ മാറ്റം വരുത്താൻ ഇടയാകും. മാതാപിതാക്കളോട് ചേർന്ന് താമസിക്കാനുള്ള യോഗം ഉണ്ടാകും. തന്മൂലം കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും ഉടലെടുക്കും. തൃക്കേട്ട, സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇടയാകും. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ ഇടവരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. മൂലം, സന്താനങ്ങളെ ഉയർച്ചാൽ മനസ്സമാധാനമുണ്ടാകും. കാർഷിക മേഖലയിൽ നിന്നും ആദായം ലഭിക്കും. മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് മക്കൾ അംഗീകാരം നൽകുന്നതിൽ കുടുംബത്തിലുള്ള അലോരസങ്ങൾ മാറിക്കിട്ടും. ഉത്രാടം, അനുചിത പ്രവൃത്തികളാൽ ഏർപ്പെട്ട പുത്രന് ഉപദേശവും ധനസഹായവും നൽകുവാൻ ഇടവരും. തിരുവോണം, ദേഹാസ്വാസ്ഥ്യത്താൽ യാത്രകൾ മാറ്റിവെക്കേണ്ടി വരും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര കൃപയാൽ സാധ്യമാകും. അവിട്ടം, വ്യാപാര വ്യവസായ മേഖലകൾ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാൻ ഇടയുണ്ട്. വിശ്വാസ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. പണം കടം കൊടുക്കരുത്. കൊടുത്താൽ തിരികെ ലഭിക്കുകയില്ല. ചതയം, പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കാൻ ഇടവരും. ബന്ധുഗ്രഹത്താൽ ഗ്രഹ നിർമ്മാണങ്ങൾ തുടങ്ങാൻ ഇടവരും. അപ്രതീക്ഷിതമായ ധനം ലഭിക്കും. അകന്നു നിന്ന ബന്ധുക്കൾ നമ്മുടെ കുടുംബത്തിലേക്ക് എല്ലാ പരിഭവങ്ങളും മാറ്റി സുഹൃത്തുക്കളാവും. പൂരിട്ടാതി, പരിശ്രമങ്ങൾക്ക് ഫലം ഉണ്ടാവും. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സ്വന്തം ബിസിനസ്സിലും തൊഴിലിലും വ്യാപൃതനാകും. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ എടുത്തു ചാടാതെ സൂക്ഷിക്കണം. ഉത്രട്ടാതി, കലാകായിക രംഗങ്ങളിൽ വിജയം കൈവരിക്കാൻ ഇടയാകും. രേവതി, വിദേശത്ത് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. അനുചിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുമായുള്ള ആത്മബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇടയുണ്ട്. തന്മൂലം
സുഹൃത്തുക്കളിൽ നിന്നൊരു അകൽച്ച ഉണ്ടാകാൻ ഇടയാൻ സാധ്യതയുണ്ട്. ഇതോടുകൂടി ഈ ആഴ്ചത്തെ വാരഫലയുടെ സമാപിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ ഏത് വിഷയങ്ങൾക്കും ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് വേണ്ടിയ പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഈ വാട്സപ്പ് നമ്പറിൽ കൂടി അയച്ചു തന്നാൽ ഈ വാട്സപ്പ് നമ്പർ കൂടി തന്നെ നിങ്ങൾക്ക് പരിഹാരവും എത്തിച്ചേരും. നമ്പർ 99 47 54 21 79.